എന്തിനാ അമൂല്യ അങ്ങനെ പറയുന്നേ? പിന്നല്ലാതെ ചേച്ചി, നിങ്ങളുടെ ചേട്ടൻ എപ്പോഴും സ്വപ്നലോകത്തല്ലേ ഉള്ളത്. അവന് കുറച്ച് തലക്കനം കൂടുതൽ. ഞാൻ വേദാന്ത് മേനോനാണെന്ന് ബിൽഡപ്പും കൊടുത്ത് കോസ്റ്റ്ലി ഷൂസ്, ഫോർമൽ പാന്റ്, ഫോർമൽ ഷർട്ട്, സ്വെറ്ററും ടൈയും ഒക്കെ വലിച്ചു കയറ്റിയിട്ട് ഇപ്പൊ സ്റ്റൈലായിട്ട് വരുന്ന കാണാം. അമൂല്യ, അയ്യോ ഇതുവരെ കഴിഞ്ഞില്ല ചേച്ചി. കയ്യിലൊരു ടാബും വെച്ച് ചെവിയിൽ ബ്ലൂടൂത്തും ഫിറ്റ് ചെയ്ത് നമ്മളെല്ലാരും എൻജോയ് ചെയ്യുന്ന സമയത്ത് അവൻ ഏതെങ്കിലും മീറ്റിംഗ് ഫിക്സ് ചെയ്യുന്നുണ്ടാവും. എല്ലാ പ്രാവശ്യവും നീ വിചാരിച്ച പോലെ നടക്കാൻ പോകുന്നില്ല. അമൂല്യ, അങ്ങോട്ട് നോക്കി. ഇവളെ ഈ വായും പൊളിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് എന്നെ പറ്റി എന്തോ കുറ്റം പറഞ്ഞാണല്ലോ. കറക്റ്റ് ആയിട്ടാ പറഞ്ഞ ചേട്ടാ. അത് ചേട്ടാ, നീ ഇവിടെ ഫോർമൽ ഡ്രസ്സിൽ വരുമെന്നാ പറഞ്ഞോണ്ടിരുന്നേ. നമ്മൾ എങ്ങനെ നടക്കണമെന്ന് വേറെ ആരും ഡിസൈഡ് ചെയ്യാൻ പാടില്ല. ആദ്യ എല്ലാവരുടെ എക്സ്പെക്ടേഷനും പൊളിച്ചിടല എന്റെ ഹോബി. ഞാനും നീയും മുത്തശ്ശിയുടെ മുന്നിൽ മാത്രമാണ് ലവേഴ്സ്. സോ എന്റെ മേലെ അധികാരം എടുക്കാൻ വന്നാലുണ്ടല്ലോ. അയ്യ, എനിക്കെന്താ ഇഷ്ടമാണെന്ന് കരുതിയാണോ? നീ എന്നോട് റിക്വസ്റ്റ് ചെയ്തോണ്ടാ ഞാൻ അതിന് സമ്മതിച്ച. അത് മറക്കണ്ട. എല്ലാവരും ഒന്നും മിണ്ടാതിരുന്നേ, നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്. എനിക്ക് തന്നെ ഈ ഡ്രസ് ഇടാൻ എന്തൊരു മടിയായിരുന്നു. എന്നിട്ട് കണ്ടോ, നീ ഇവരുടെ മുമ്പിൽ ഷോർട്ട് സ്കേർട്ട് ഇട്ട് വന്നിരുന്നാലും ഓരോ പ്രോബ്ലം ഉണ്ടാവില്ലായിരുന്നു. ചേച്ചി, നിങ്ങളുടെ അമ്മൂമ്മ അടിപൊളിയായിട്ട് തകർത്തിട്ടുണ്ടല്ലോ. അവരിപ്പൊ ഇങ്ങനെ, നേരത്തെ എന്തായിരുന്നോ എന്തോ. ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കണമല്ലോ. അവരൊരു എനർജി ബൂസ്റ്ററാ. എന്താ എല്ലാരും ഇങ്ങനെ നോക്കുന്നത്? Come on guys, let's go. Yo 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 yo. സർ, നിങ്ങൾക്ക് വേണ്ടി ക്രിക്കറ്റ്, പൂൾ വോളിബോൾ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് കളി വേണമെങ്കിലും ആദ്യം തുടങ്ങാം. കളിക്കുകയാണെങ്കിൽ ഞാൻ അമ്പയർ ആയിരിക്കും. എന്നെ കൊണ്ട് കളിക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ടാ. ക്രിക്കറ്റാ കളിക്കുന്നെങ്കിൽ എനിക്ക് ഫസ്റ്റ് ബാറ്റിംഗ്. ചെറിയമ്മയുടെ വീട്ടിലെ രണ്ടാമത്തെ ആൺകുട്ടി ഇവളാണെന്നാ തോന്നുന്നത്. ക്രിക്കറ്റ് മതിയെന്ന്, ക്രിക്കറ്റ്. അളിയ, പൂൾ വോളിബോൾ ആയാലോ? അടിപൊളിയായിരിക്കും. വേണ്ട ചേട്ടാ, അത് ശരിയാവില്ല. നമുക്ക് വേറെ എന്തെങ്കിലും കളിക്കാം. അവര് തന്നിരിക്കുന്ന ആകെ 2 ഓപ്ഷൻ അല്ലേ? എന്താ ചേട്ടാ ഇത്? സീറോയിന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയ തന്നെ ഹീറോയിൻ ആവില്ലേ? അല്ലല്ല, ഹീറോയിൻ ആവുന്ന്. എന്റെ കയ്യില് കൊറേ ഐഡിയ ഉണ്ട് ചേട്ടാ. ഇവളുടെ ഐഡിയ അല്ലേ? ഞാൻ കുറെ കേട്ടതാ. ശരി, അതെന്താണെന്ന് പറ ചേച്ചി. ലഗോരി കളിച്ചാലോ? ശരിക്കും സൂപ്പർ ഗെയിം. ഗ്രൂപ്പായിട്ട് കളിക്കാൻ അടിപൊളിയായിരിക്കും. നമ്മൾ ചെറുതായിരുന്നോ പൊക്കെ കളിക്കാറില്ലായിരുന്നോ?
സൂപ്പർ അല്ലായിരുന്നോ? സത്യമായിട്ട് നീയും കളിക്കായിരുന്നു ആരതി. അല്ല പിന്നെ നന്നായിട്ട് കളിക്കുമായിരുന്നു. അതിനൊരു വഴിയില്ല, ഞാൻ വിശ്വസിക്കില്ല. ഡൗട്ടാണല്ലേ? ഇപ്പൊ കളിക്കുമല്ലോ, അപ്പൊ കണ്ടോ? ഉള്ളതാണോ? അതെ, വാക്കാണ്. ചാലഞ്ചാണോ? ഈ അമ്മ ഉള്ളപ്പോ നീ എന്തിനാ ചേച്ചി ഇത്രയ്ക്ക് ആലോചിക്കുന്നേ? ചലഞ്ച് എന്ന് പറയുമ്പോ തന്നെ നീ എന്നെ പറ്റി വേണ്ടേ ആലോചിക്കാനായിട്ട്? പൊളിക്ക് മോളെ. ഓക്കേ, ചലഞ്ച്. ഞാനും വരുന്നേ. Sumesh is here. Here is Sumesh. ബോസ്, ഞാനാ സുമേഷാ. ഒരു വാലുമില്ല വള്ളിയില്ല, പ്ലെയിൻ ദോശ പോലെ വെറും സുമേഷ്. എടാ സുമേഷ്, നീ എങ്ങനെ ഇവിടെ? അല്ല, ഇവിടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ കറക്റ്റ് ആണോന്ന് അറിയാൻ ബോസ് തന്നെ എന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചേ. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് വന്ന് ചെക്ക് ചെയ്യാനാ പറഞ്ഞത്. അല്ലാതെ തനിക്ക് തോന്നുമ്പോ വരാൻ വേണ്ടിയല്ല. അത് ട്രാഫിക്കിൽ പെട്ടുപോയതാ. പക്ഷെ ഞാൻ ഫോൺ ചെയ്തെല്ലാം അന്വേഷിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം സെറ്റാ, ഡോണ്ട് വറി. ശരി, നമുക്ക് കളിക്കാൻ തുടങ്ങിയാലോ? വേഗം തുടങ്ങാം മൂല്യ. ഓക്കെ, മാച്ച് കളിക്കാം. ഞങ്ങളൊരു ടീം, നിങ്ങളൊരു ടീം. ആര് ജയിക്കും നമുക്ക് നോക്കാം. ഞങ്ങളുടെ സൈഡില് ഞാൻ, അഞ്ജു ചേച്ചി, സിദ്ധാർത്ഥേട്ടൻ. എന്റെ ഒപ്പം വിക്രാന്ത്, ഷാരിക, ആദ്യ, പിന്നെ ഞാൻ. ആയിക്കോട്ടെ. ഹലോ ഹലോ ഹലോ, ഒരു മിനിറ്റ്. ഞാൻ ആരുടെ സൈഡിലാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ സൈഡ് കറക്റ്റ് ആണ്, ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളുടെ സൈഡും അത്ര തന്നെ, ഞങ്ങൾക്കും വേണ്ട. ഇല്ല ഇല്ല, നിങ്ങൾ തന്നെ ചേർത്തോ. അതൊന്നും അറിയില്ല, ഞങ്ങൾക്കും വേണ്ട. അവിടെയും ചേരില്ല, ഇവിടെയും ചേരില്ല, എവിടെയും ചേരാതെ ഞാനൊരു അമ്പയറായി മാറേണ്ടി വരുമോ ദൈവമേ? ഞങ്ങളെ ഗ്രൂപ്പിൽ ഞാനും വിക്രാന്തും ഉണ്ട്. നിങ്ങളെ ഗ്രൂപ്പിൽ സിദ്ധാർത്ഥ് മാത്രമല്ലേ ഉള്ളൂ. ഇയാളും ചേർത്തോ? അതൊന്നും സാരല്ല, നീ അതൊക്കെ വിടമ്മോ. ചേച്ചി പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ സമ്മതിക്കുന്നു. സുമേഷേ, നീ ഞങ്ങളുടെ കൂടെ കുടിക്കും. പക്ഷെ ഞങ്ങളുടെ സൈഡ് ആൾക്കാർ കൂടില്ലേ? ഈക്വൽ ആക്കാനല്ലേ ഞാനിവിടെ ഉള്ളത്. ഞാനും കൂടെ വരാന്നേ കളിക്കാൻ. മുത്തശ്ശി, അപ്പൊ തുടങ്ങല്ലേ? നടക്കില്ല മുത്തശ്ശി, പറ്റില്ല. ചുമ്മാ ഇരി. വിക്കി പിടിക്കടാ, നീ തന്നെ കളിക്കും. സുമേഷ് അലേർട്ട്, സിദ്ധാർത്ഥേട്ട അലേർട്ട്. കമോൺ വിക്രാന്ത്, കമോൺ.
ജയിച്ചത് ഞങ്ങളാ. ആ ബോൾ ഇങ്ങോട്ട് പാസ് ചെയ്തേ. വരൂ വരൂ, വന്നാട്ടെ. ഇരിക്കൂ. എന്താ കുടിക്കാനെടുക്കണ്ടേ? ടീ, കോഫി? ഒന്നും വേണ്ട, സന്തോഷം. അയ്യോ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഒന്നും കഴിച്ചില്ല. എന്നാ ടിഫിൻ കഴിച്ചാലോ? വേണ്ട, വീട്ടിൽ നിന്ന് ടിഫിൻ കഴിച്ചിട്ടാ വന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഉച്ചഭക്ഷണം കഴിച്ചിട്ട് പോവാം. അതെല്ലാം ഒന്നും വേണ്ട, ഞങ്ങള് വീട്ടിൽ പോയി കഴിച്ചോളാം. നോക്ക്, അതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. സുഹാസിനി, സുഹാസിനി, ദേ അവര് വന്നിട്ടുണ്ട്. ടിഫിൻ കഴിക്കാത്തതുകൊണ്ട് ഉച്ചഭക്ഷണം കഴിക്കണമെന്നാണ് പണിഷ്മെന്റ്. ഞങ്ങൾ മിഡിൽ ക്ലാസ് ഫാമിലി ആണെന്നല്ലേ അവരെപ്പോഴും പറയുന്നത്. അപ്പൊ കഴിക്കാനുള്ളതൊക്കെ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടായിരിക്കും അവർ വന്നിരിക്കുന്നത്. വെറുതെ എന്തിനാ നിർബന്ധിക്കുന്നത്? വന്ന കാര്യം പറയും. മറ്റന്നാള് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള അമ്പലത്തില് ക്ഷണപത്രികയുടെ പൂജ വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാരും വരണം. അതൊക്കെ പിന്നീട് സംസാരിക്കാം. അതിനേക്കാളും മുൻപ് എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കണമായിരുന്നു. കുഴപ്പമില്ല, ചോദിച്ചോളൂ. നിങ്ങളുടെ മകൾ ആരും അറിയാതെ പോയി എൻഗേജ്മെന്റ് ഒക്കെ നടത്തിയല്ലോ. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്നും പറയാനില്ലേ? അല്ല പിന്നെ, പെൺകുട്ടികളാണ് വീടിന്റെ വിളക്കാവേണ്ടത്. കാശില്ലെന്ന് വെച്ചാലും മാനവും മര്യാദയൊക്കെ ഉണ്ടാവണമല്ലോ. പിന്നെ ഇതെങ്ങനെയാണ് സംഭവിച്ചത്? എല്ലാ ദിവസവും സൺഡേ ആവില്ല മിസ്റ്റർ വേദാന്ത്. ഇനി ഞങ്ങളുടെ കളിയാ. ഞങ്ങൾ എങ്ങനെയാ കളിക്കാൻ പോകുന്നെന്ന് നിങ്ങൾ കണ്ടോ? ഗൈസ്, അലേർട്ട് ആയിട്ടിരിക്കെ. ഡിഫൻസിനെ പറ്റി ആലോചിക്കേ വേണ്ട. നമ്മുടെ ശ്രദ്ധ അറ്റാക്കിലായിരിക്കണം. ഒരു ദാക്ഷിണയില്ല. പോയിന്റ്സ് ഈക്വൽ ആക്കിയേ പറ്റൂ. ഷോ തുടങ്ങുന്നതിന് മുമ്പേ ഷോ ഓഫ് കാണിച്ച് ബിൽഡപ്പ് കൊടുത്തല്ലോ ദൈവമേ. ഇനി എന്റെ മാനം നിന്റെ കയ്യിലാ ഉള്ളത്. എന്ത് വരണമെന്ന് നീയാ തീരുമാനിക്കണ്ടേ. കമോൺ അമൂല്യ, ഒരൊറ്റയേറ്. ദൈവമേ, കയ്യിൽ ബോൾ പിടിച്ചിട്ട് ഓടി വരാൻ പാടില്ല. ഇത് ചീറ്റിംഗ് ആണ്, അങ്ങനെ ചെയ്യരുത്. ചേട്ടാ വേഗം എറിയേട്ടാ. ചേട്ടാ, എറിയ്. എറിയേ. നോക്കിക്കത് എറിയേട്ടാ. ചേട്ടാ ഒന്ന് എറിയ്. ചേട്ടാ അവര് ജയിക്കാൻ പോയി, എറിയേട്ടാ. അവര് ജയിക്കും, വേഗം എറിയ പ്ലീസ്. വേദാന്ത് എറിയ. വേദാന്ത് അവര് കെട്ടിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ ബോസിന് ഇത് എന്ത് പറ്റി?
ഭാര്യയും ഭർത്താവുമായിട്ട് അഭിനയിച്ച് ഒരു ദിവസം ഭാര്യയും ഭർത്താവും തന്നെയാകും മിക്കവാറും. ഏയ് ചേട്ടാ, ചേട്ടന് പറ്റുന്നത് എന്ത് പറ്റിയതാ? അത് വിട് ചേട്ടാ, അങ്ങനെയൊന്നും അല്ല അത്. അങ്ങനെയല്ല. ഐ ഡിഡന്റ് എക്സ്പെക്ട് ദിസ് ഫ്രം വേദാന്ത്. വെറുതെ നമ്മൾ തോറ്റു. അല്ല, ഇപ്പൊ ജയിച്ച കപ്പൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇതൊരു തമാശക്ക് വേണ്ടിയല്ലേ കളിച്ചേ? അതങ്ങനെയല്ല ആദ്യ. മാച്ച് എന്ന് പറഞ്ഞ മാച്ചാ. ചേട്ടൻ ഇങ്ങനെ ഡ്രാമ ഹീറോയിന്മാരെ പോലെ ഇങ്ങനെ പെരുമാറുന്ന ഞാൻ വിചാരിച്ചിരുന്നില്ല. അതും അവന്റെ ശത്രുവായിട്ടുള്ള അമൂല്യോട്. കമോൺ വെക്ക് ചേട്ടാ, ഡ്രാമ എന്ന് വിചാരിച്ച നമ്മളാ. പക്ഷെ ആ ഡ്രാമയിൽ റിയൽ ലവ് കൂടി ഉണ്ട്. നീ എന്തീ പറഞ്ഞു വരുന്നേ? എനിക്ക് അങ്ങനെയാ തോന്നി. അവിടെ നോക്കി. സാർ ഒരു മിനിറ്റ്. പറ മാഡം. എന്തൊക്കെ ഫുഡാ നമുക്കുള്ളത്? ഇഫ് യു ഡോണ്ട് മൈൻഡ് നമുക്ക് റൂമിലേക്കൊന്ന് എത്തിക്കാൻ പറ്റുമോ? റൂം സർവീസ് ഉണ്ട് മാഡം. നിങ്ങൾ റൂമിലേക്ക് ഓർഡർ ചെയ്താൽ മതി. ഗെയിം കളിച്ച് എല്ലാരും ടയേർഡ് ആയിട്ടിരിക്കുക, അതുകൊണ്ടാ ചോദിച്ചത്. ഇവിടെ തന്നെ എല്ലാം ഉണ്ടല്ലോ. ഞാൻ എന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കിയിട്ട് ഓർഡർ ചെയ്താൽ റൂമിൽ തന്നെ എത്തിച്ചു തരില്ലേ? എത്തിക്കാം മാഡം, തീർച്ചയായും. മെനു ഇതാ മാഡം, നോക്കിക്കോളൂ. അമൂല്യ മാഡം, ഞങ്ങളുടെ റിസോർട്ടിന്റെ ഹോസ്പിറ്റാലിറ്റി നിങ്ങൾക്ക് ഇഷ്ടമായോ മാഡം? ആ, വളരെ നന്നായിട്ടുണ്ട്. എന്ന് വെച്ച് എന്റെ ആൻസർ കേട്ടിട്ട് നിങ്ങളൊന്നും ഡിസൈഡ് ചെയ്യണ്ട കേട്ടോ. അതെന്താ അങ്ങനെ പറയുന്നേ? കസ്റ്റമേഴ്സ് തരുന്ന ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ അങ്ങനെ ഒരുപാട് റിസോർട്ടിലൊന്നും പോയിട്ടില്ല. അങ്ങനെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ എന്റെ അഭിപ്രായം മാറിയേനെ, അതുകൊണ്ടാ പറഞ്ഞത്. അതുമാത്രമല്ല, എനിക്കിതെല്ലാം പുതിയതാ. ആദ്യമായി എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മാഡം. എന്താന്ന് വെച്ചാ ഫസ്റ്റ് ടൈം വരുന്ന ആൾക്ക് എല്ലാം ക്ലീൻ ആയി ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന കണ്ടിട്ട് ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കുമെന്നാ തോന്നുന്നത്. കുറച്ചു നേരത്തിനുള്ളിൽ നിശാന്ത് അമൂല്യെ സ്നേഹിക്കുന്ന കാര്യം ഇപ്പൊ തന്നെ മുത്തശ്ശിയോട് പറഞ്ഞ് എല്ലാം ശരിയാക്കി കൊടുക്കണം. അമൂല്യ ഒരു പക്ഷേ ഈ പ്രണയം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് മുത്തശ്ശി കണ്ട് എല്ലാം ശരിയായിക്കോളും. എൻഗേജ്മെന്റ് നടത്താൻ സഹായിക്കാമെന്ന് എന്റെ മകൻ പറഞ്ഞ ഉടനെ തന്നെ വലിയ സംസ്കാരമുള്ള നിങ്ങളുടെ മകൾ അതിന് കൂട്ടുനിന്നത് എങ്ങനെയാണെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. എവിടെ പോയി നിങ്ങളുടെ മര്യാദയൊക്കെ? അല്ല, നിങ്ങളെന്താ മിണ്ടാതിരിക്കുന്നേ? അവളെങ്ങനെ ഇതിന് കൂട്ടുനിന്നു എന്നാ ചോദിച്ചത്. സുഹാസിനി, ദിസ് ഈസ് നോട്ട് ഗുഡ്. ഇപ്പൊ ഇതിന് ആ കാര്യം സംസാരിക്കുന്നേ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കും. അല്ലെങ്കിൽ തന്നെ ഈ കല്യാണം നടത്താൻ എനിക്ക് യാതൊരു ഇഷ്ടവും ഉണ്ടായിരുന്നില്ല. അതുപോലെ എന്റെ മരുമകളായി വരുന്ന പെൺകുട്ടി അല്പ സ്റ്റാറ്റസ് ഉള്ള കൂട്ടത്തിലായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ നിങ്ങളുടെ മകളുടെ സ്വഭാവശുദ്ധിയിൽ എനിക്ക് നല്ല സംശയമുണ്ട്. ഒരക്ഷരം വേണ്ടി പോരതെ. നിങ്ങളൊന്ന് ചുമ്മാ ഇരിക്കും. ഇപ്പൊ തന്നെ 100,000 കാര്യങ്ങൾ അവര് പറഞ്ഞു കഴിഞ്ഞു. അവര് പറയുന്ന കേട്ടിട്ടൊന്നും എനിക്കിനി മിണ്ടായിരിക്കാൻ വയ്യ. ഇനി മറ്റെന്തെങ്കിലും ആണ് അവര് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തിരിച്ചൊന്നും പറയില്ലായിരുന്നു. എന്നാൽ എന്റെ മകളെ പറ്റി ആവശ്യമില്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും പറയാൻ വന്നാ ഞാൻ വെറുതെ ഇരിക്കില്ല. 2 കൈ കൂട്ടിമുട്ടിയാൽ മാത്രമേ ശബ്ദം ഉണ്ടാവുള്ളൂ. ഞൊട്ടയൊടിക്കാനും 2 വിരൽ വേണം. പ്രണയിക്കുന്ന കാര്യത്തിലും നിശ്ചയം നടത്തുന്ന കാര്യത്തിന് പോലും എന്റെ മകളുടെ ഭാഗത്ത് മാത്രമല്ല തെറ്റ്, 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ട്.
ഞാൻ എത്ര പേടിച്ചു എന്നറിയോ? പേടിച്ചു പോയോ? എന്തിനാ പേടിക്കുന്നേ? ഒരു ഫാമിലി മുഴുവൻ നിന്റെ കൂടെയില്ലേ? കൂട്ടത്തില് ഞാനും ഇല്ലേ? എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് നല്ല സെക്യൂരിറ്റി ഉണ്ട്. ഈ റിസോർട്ട് മൊത്തം പ്രൊട്ടക്ഷനുള്ള രാജകുമാരിയാ നീ. എന്തിനാ പേടിക്കുന്നേ? സംസാരിച്ചല്ലെങ്കിൽ തല കീഴായിട്ട് മാറ്റൂല്ലോ എല്ലാ കാര്യങ്ങളും. നെല്ല് പത്തായത്തിലുണ്ടെങ്കിൽ എലി രാജസ്ഥാനിൽ നിന്ന് വരുന്നല്ലേ? സംസാരിക്കുന്നതാ നല്ലത്. സൈലൻസ് ശോക. ഒരുപാട് സംസാരിക്കുന്നതിനൊക്കെ നല്ലത് കുറച്ച് സംസാരിക്കുന്നതാ. അധികമായാൽ അമൃതം വിഷം എന്നാണല്ലോ പഴമക്കാര് പറയാറുള്ളത്. ഞാൻ എന്ത് ചെയ്യാനാ? നിന്നെ കാണുമ്പോ തന്നെ എനിക്ക് സംസാരിക്കാൻ എപ്പോഴും തോന്നും. അതിന് പരിസരം എവിടെയാണെങ്കിലും മൈൻഡ് കൺട്രോളിൽ നിൽക്കുന്നില്ല. നാവിന് കംപ്ലീറ്റ് ഫ്രീഡം കിട്ടിയ പോലെയാ. അതുകൊണ്ടാ ഒന്നും ഇങ്ങനെ ആലോചിക്കാതെ എപ്പോഴെപ്പോഴും ഇങ്ങനെ സംസാരിച്ചോണ്ടേ ഇരിക്കുന്നത്. പ്രണയത്തിന്റെ സൈഡ് എഫക്റ്റാ, അല്ലാതെ എന്റെ തെറ്റൊന്നുമല്ല കേട്ടോ. ശരി, എങ്കിൽ ഞാൻ പോവാണ്. അപ്പൊ പിന്നെ എല്ലാ കാര്യങ്ങളും നിന്റെ കൺട്രോളിൽ വരുമല്ലോ. എന്തിനാടോ ഇങ്ങനെ എപ്പോഴും പോകുന്ന കാര്യം പറയുന്നേ? വന്നപ്പോ മുതൽ എനിക്ക് നിന്നെ അടുത്ത് കിട്ടിയിട്ടില്ല. നീ വെക്കേഷൻ എന്റെ കൂടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നാണോ, അതോ അനിയത്തിമാരുടെ കൂടെ എറിവും തെളിക്കാൻ വേണ്ടി വന്നാണോ? വിക്കി, അത് എന്താ പറ്റിയത്? ഈ ഡ്രസ്സിൽ നിന്നെ കാണുന്ന എന്ത് ഭംഗിയാന്നറിയോ? നിനക്ക് എന്നും ഇങ്ങനെ ചുരിദാർ ധരിച്ചാൽ എന്താ? എന്നും ഞാൻ ചുരിദാർ ധരിക്കുകയാണെങ്കിൽ വിക്കിയുടെ അടുത്ത് നിങ്ങളൊരു വാക്ക് കേൾക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാ. അത് കൊള്ളാലോ. സ്പോട്ടിൽ കൗണ്ടർ ഉണ്ടല്ലോ. എന്തായാലും ഇന്നൊരു സ്പെഷ്യൽ ഡേ അല്ലേ? ഒരു രീതിയിൽ സ്പെഷ്യൽ ഡേ തന്നെയാ. എന്തുകൊണ്ടാ വിക്കിക്ക് അങ്ങനെ തോന്നിയത്? സ്പെഷ്യൽ ഡേ ആണെങ്കിലും നമ്മൾ എന്തായാലും സെലിബ്രേറ്റ് ചെയ്യണ്ടേ? ഇപ്പോഴും അതന്നെയല്ലേ ചെയ്യുന്നത് വിക്കി? അത് അതിനേക്കാളും സ്പെഷ്യൽ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാലോ. എനിക്ക് മനസ്സിലായില്ല. കാണിച്ചു തരാം. മതി. എന്നെ ഉപദേശിക്കാൻ വരുന്ന സമയം കൊണ്ട് നിങ്ങളുടെ മക്കളെ ഉപദേശിക്കാൻ നോക്ക്. പറയേണ്ടതെല്ലാം പറഞ്ഞു കൊടുത്തു തന്നെയാ വളർത്തിയേ. ഇപ്പോൾ അവര് ചെറിയ കുട്ടികളൊന്നുമല്ല. ഞാൻ എന്റെ പെൺമക്കളെ നല്ല രീതിയിൽ തന്നെയാ വളർത്തിയേ. അതുകൊണ്ട് അവർക്ക് നല്ല വിവേകമുണ്ട്. ശരി എന്താണ് തെറ്റെന്താണെന്ന് അവർക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ആരതി ഇതുവരെ ഒരു കാര്യത്തിലും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനി ഒരിക്കലും ചെയ്യൂല്ലെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. സംഭവിച്ച കാര്യങ്ങളെല്ലാം സംഭവിച്ച പോലെ തന്നെ സമ്മതിച്ചുകൊണ്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഞങ്ങൾ അതിന് തയ്യാറായിട്ടാണ് വന്നത്. വീട്ടിലെ ടെൻഷൻ എല്ലാം ഒഴിവാക്കി എൻജോയ് ചെയ്യാൻ വന്നപ്പോ നിനക്കെന്താ ഇത്ര പ്രശ്നം? നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട് മുത്തശ്ശി. എന്നാൽ സത്യമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ മുത്തശ്ശി അത് എങ്ങനെ ഏറ്റെടുക്കുവോ എന്തോ. എന്ത് സത്യം നിനക്ക് പറയാനുള്ളത്? അമൂല്യയുടെയും വേദാന്തിന്റെ ബന്ധത്തെ പറ്റിയാ മുത്തശ്ശി പറയുന്നേ. അതിലെന്താ ഇത്ര നിനക്ക് സംശയമുള്ളത്? അവരെ രണ്ടുപേരെയും കണ്ടാൽ നിനക്ക് മനസ്സിലാവില്ലേ എത്ര നല്ല ജോഡിയാ അവരെന്ന്? അത് കണ്ടിട്ട് മനസ്സിലാവാത്തത് കൊണ്ടാ ഇങ്ങനെ മാറ്റി നിർത്തി പറയുന്നേ. അവര് രണ്ടുപേരും ലവേഴ്സ് ഒന്നും അല്ല മുത്തശ്ശി. നീ എന്തൊക്കെ ഈ പറയുന്നത്? എല്ലാം തമാശയാണെന്നാണോ നിന്റെ വിചാരം? മുത്തശ്ശിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി വേദാന്ത് കല്യാണം കഴിക്കാതെ വിക്കിയുടെ കല്യാണം നടത്താൻ രണ്ടുപേരും കൂടി ഡ്രാമ കളിക്കുകയാണ് ഇവിടെ. മുത്തശ്ശിക്ക് ഇതൊന്നും മനസ്സിലാവാത്തോണ്ടാ അത് പറയാനാ ഞാൻ വിളിച്ചത്. മതി, നിർത്തടി. കുറ്റം പറയാനായിട്ട് വരാതെ. അവരെന്തിനാ നാടകം കളിക്കുന്നേ? അവര് കാണിക്കുന്ന ഡ്രാമ മുത്തശ്ശിക്ക് പോലും മനസ്സിലാവുന്നില്ല. വിക്കി റിസോർട്ടിൽ വിളിച്ചോണ്ട് വന്നിട്ട് നമ്മളെ കാണിക്കാൻ വേണ്ടി ഡ്രാമ കളിക്കുക. മുത്തശ്ശിക്ക് അത് മനസ്സിലായില്ലല്ലോ.